സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. കായംകുളം സ്വദേശി സലീനയാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. തൃശൂരിൽ പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ച വീട്ടിൽ ഇന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. താപനില ഉയരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. ആലപ്പുഴ കായംകുളത്താണ് യുവതി പാമ്പുകടിയേറ്റ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം 4ആയി. ചേരാവള്ളി സ്വദേശിയായ സെലീനയ്ക്ക് കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങും വഴി ബന്ധുവീട്ടിൽ നിന്നാണ് പാമ്പിന്റെ കടിയേറ്റത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം വർക്കലയിലും വേങ്ങരയിലും 2 പേർക്ക് പാമ്പ് കടിയേറ്റു. വർക്കലയിൽ ആശാവർക്കറായ ഷംനയ്ക്ക് വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നാണ് പാമ്പ് കടിയേറ്റത്. ഇഴഞ്ഞു വന്ന മൂർഖൻ പാമ്പിനെ അബദ്ധത്തിൽ ചവിട്ടുകയായിരുന്നു. പോത്തൻകോട് വേങ്ങരയിൽ 18 വയസ്സുകാരിയായ ദുർഗയ്ക്കാണ് പാമ്പിന്റെ കടിയേറ്റത്. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പാമ്പിന്റെ കടിയേറ്റത് എന്നാണ് വിവരം. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതേസമയം പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച തൃശൂർ കോടാലിയിലെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. 4ാമത്തെ പാമ്പിനെയാണ് കുട്ടിയുടെ വീട്ടിൽ നിന്നും മരണശേഷം കണ്ടെത്തുന്നത്. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സംസ്ഥാന സർക്കാർ. പ്രതിസന്ധി ഘട്ടത്തെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് സർവ്വസജ്ജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പാമ്പുകടിയേറ്റവർ എത്രയും പെട്ടെന്ന് തന്നെ ആന്റിവനമുള്ള തൊട്ടടുത്ത ആശുപത്രികളിലെത്തുക, പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ വനംവകുപ്പിനെയും സർപ്പ വളണ്ടിയർമാരെയും അറിയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.